ദൈവം നമുക്ക് തരുന്ന, വചനം പഠിക്കാൻ തരുന്ന അനുഗ്രഹങ്ങൾ, അവസരങ്ങളെല്ലാം വലുതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ വാക്യങ്ങളാണ് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നതെങ്കിലും, ഒരു വാക്യം മാത്രമേ പഠിക്കുന്നുള്ളെങ്കിലും അതിനകത്ത് കർത്താവിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. അപ്പോൾ ആ ഹൃദയ ആഗ്രഹത്തോടെ നമുക്ക് വചനം കേൾക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 33 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മർക്കോസ് 9:33 മുതൽ. അവർ പിന്നീട് കഫർനാമിൽ എത്തി. അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, വഴിയിൽ വച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത്? അവർ നിശബ്ദരായിരുന്നതേ ഉള്ളൂ. കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത്. അവൻ ഇരുന്നിട്ട് 12 പേരെയും വിളിച്ചു പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. അവനൊരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യേ നിർത്തി അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലുള്ളൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട എപ്പിസോഡാണ് ഇത്. അവർ പിന്നീട് കഫർനാമിലെത്തി. ഈശോ ഇവിടെ അവസാനമായിട്ട് കഫർനാമിലെത്തുകയാണ്. കഫർനാം ഈശോയുടെ സെക്കൻഡ് ഹോമായിരുന്നു, 2ാമത്തെ വീടായിരുന്നു. നസറത്തിലെ വീട്ടിൽ നിന്ന് ഈശോ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നീട് ഈശോ വന്ന് താമസിക്കുന്നത് കഫർനാമിലാണ്. അത് പത്രോസിൻ്റെയും അന്ത്രയോസിൻ്റെയും വീടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇവർ ഇറങ്ങുകയാണ്. ഇനി നിങ്ങൾ മനസ്സിലാവേണ്ടത്, ഈശോ ഇറങ്ങുന്ന കൂട്ടത്തിൽ ഈ വീട്ടിൽ നിന്ന് പത്രോസ് ഇറങ്ങുകയാണ്. ഇനി പത്രോസ് ഇവിടേക്ക്, എനിക്ക് തോന്നുന്നില്ല ജീവിതകാലത്ത് പത്രോസ് ഇനി ഇവിടേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെന്ന്. പത്രോസ് കുടുംബസ്ഥനാണ്, ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പം അദ്ദേഹം ഈശോയുടെ കൂടെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്രയും നാൾ ഗലീലിലാണ്, വീട്ടിലൊക്കെ പോകാമായിരുന്നു. ഇത്രയും നാളും അത്യാവശ്യം എന്തെങ്കിലും ഭാര്യ ഒരു കത്തയച്ചാൽ വീട്ടിൽ ചെല്ലാമായിരുന്നു. ഇനി പറ്റില്ല, കാരണം ഇനി ജെറുസലേമിലേക്ക് പോവാണ്. ജെറുസലേം എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകൾക്കപ്പുറത്താണ്. അപ്പോൾ അവിടേക്ക് പോയി ഇനി ഈശോയുടെ മരണത്തിന് ശേഷം അപ്പസ്തോലന്മാർ ഒരു തവണ, മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഗലീലിൽ വെച്ച് ഈശോ സ്വർഗ്ഗാരോഹണത്തിന് മുമ്പ് അപ്പസ്തോലന്മാരെ കാണുന്നുണ്ട്. പിന്നീട് അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. പിന്നെ ജെറുസലേമിലാണ് അവരുടെ ലൊക്കേഷൻ. സത്യം പറഞ്ഞാൽ പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും മത്തായിയും ഫിലിപ്പോസും എല്ലാം തങ്ങളുടെ ഹോം ടൗൺ, വീട്, നാട്, ദേശം വിടുകയാണ്. അതാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ ഒരു പ്രത്യേകത. എല്ലാം വിട്ടിറങ്ങുകയാണ്. അപ്പം അങ്ങനെ അത്രയും വൈകാരിക തീവ്രത നിറഞ്ഞ മുഹൂർത്തങ്ങളാണിതെല്ലാം. കാരണം അവരെല്ലാം, ഈശോ പറയല്ലേ മരിക്കാൻ പോകാമെന്ന് ഇപ്പോൾ 2ാമത്തെ തവണയും പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്ടൊക്കെ പിടികിട്ടി കഴിഞ്ഞു. കുറച്ച് മനസ്സിലായി കർത്താവിന് എന്തോ സംഭവിക്കാൻ പോവുകയാണ്. കർത്താവിന് എന്തെങ്കിലും സംഭവിച്ചാൽ തങ്ങളും മെച്ചം ഉണ്ടാവില്ലെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. കർത്താവിൻ്റെ ഒറ്റ ബലത്തിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ കഫർനാമിൽ അവസാനമായി കർത്താവ് എത്തുകയാണ്. വീട്ടിലായിരിക്കുമ്പോൾ, പത്രോസിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ കർത്താവ് അവരോട് ചോദിച്ചു, നിങ്ങൾ വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചോ തർക്കിച്ചുകൊണ്ടിരുന്നു. വഴി 2 തവണ ഇവിടെ വരുന്നുണ്ട് ആ വാക്ക്, വഴി. ഇത് വഴിയാണല്ലോ, ഓർക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞേക്കുന്നത് നേരത്തെ? ഇത് വേ ആണ്, ദ വേ. അപ്പോൾ ഈ വഴിയിൽ വെച്ച് ശിഷ്യത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു 10 മിനിറ്റ് കിട്ടിയപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര തർക്കം. അപ്പോൾ കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് തർക്കിച്ചുകൊണ്ടിരുന്നത്? എന്തായിരുന്നു നിങ്ങളുടെ ഡിസ്കഷൻ, നിങ്ങളുടെ ഡിബേറ്റ്? നിങ്ങൾ ബഹളം വെക്കുന്നത് കണ്ടല്ലോ, എന്തായിരുന്നു? അവർ നിശബ്ദരായിരുന്നതേ ഉള്ളൂ. പറയുമോ? ഞങ്ങൾ പറയില്ല, പേടിച്ചിട്ട് പറയില്ല, മിണ്ടാതിരുന്നു. കാരണം അവർക്കറിയാം ഈശോ വഴക്ക് പറയുന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അവർ മിണ്ടാതിരുന്നു. അപ്പോൾ വീണ്ടും കർത്താവ് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, അവർ പറഞ്ഞിട്ടുണ്ടാവും, തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത്. ഞാൻ പറഞ്ഞത്, ഈ 2ാമത്തെ പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും സംബന്ധിക്കുന്ന 2ാമത്തെ പ്രവചനത്തിന് ശേഷം ശിഷ്യന്മാർ നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന എങ്ങനെയാണ്? അവർ എപ്പോഴും തർക്കിക്കുകയാണ്, തങ്ങളിൽ ആരാണ് വലിയവൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയാം? ഇതിപ്പോൾ നമുക്ക് ഈ സംഭവങ്ങൾ വായിക്കുമ്പോൾ ശിഷ്യന്മാരെ ഇങ്ങനെ നിർത്തിയാൽ നമുക്കൊരു കണ്ണാടി പോലെ തോന്നും അവരെ കാണുമ്പോൾ. ആ കണ്ണാടിക്കകത്ത് ആരെ കാണാം? നമ്മളെ കാണാം. ഇത് ശരിക്കും നമ്മളാണിത്, മനസ്സിലായില്ലേ? ശരിക്കും നമ്മളാണിത്. നമ്മൾ ശിഷ്യന്മാർ അങ്ങനെ ചെയ്തു, അങ്ങനെ പറയാൻ പാടുണ്ടോ, അവർ തർക്കിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ കോമഡിയാണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരുടെയും ഉള്ളിലെ ആഗ്രഹമാണ്. എന്ത്? വലുതാവണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കർത്താവ് അതിനെ കുറ്റം പറയുന്നൊന്നുമില്ല. നമുക്ക് വലുതാവണം എന്നുള്ള ആഗ്രഹത്തെ കർത്താവ് നെഗറ്റീവായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നൊന്നുമില്ല.
കർത്താവ് വേറൊരു തലത്തിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ അല്ല. നീ ആരെ കാണണം? ഇവിടെ നിന്നെ കാണണം. ഞാൻ ആരെ കാണണം? എന്നെ കാണണം. നമ്മളാണ് ഈ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മളൊന്ന് മാറി നിന്ന് വിലയിരുത്തിയാൽ നമ്മൾ വലുതാണെന്ന് കാണിക്കാൻ ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മളിത് മാറി നിന്ന് നോക്കിയാലേ അറിയൂ. മനസ്സിലായി? മാറി നിന്ന് നമ്മൾ എപ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റൊരാളൊരു തെറ്റ് ചെയ്യുമ്പോൾ വേഗം നമ്മൾ കണ്ടുപിടിക്കും. പെട്ടെന്ന് കണ്ടുപിടിക്കത്തില്ലേ? പെട്ടെന്ന് കണ്ടുപിടിക്കും. അത് എന്തേ കാണിക്കുന്നേ? നമ്മൾ ചെയ്യുമ്പോഴോ നമ്മൾ കാണില്ല. മാറി നിന്ന് നമ്മളെ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ അപ്പുറത്തെ കോമഡി നമ്മൾ കാണിക്കുന്നുണ്ട്. നമ്മൾ ഓരോന്നും സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ടിത്. തങ്ങൾ വലുതാണ് എന്ന് ഭാവിക്കാൻ, പ്രകടിപ്പിക്കാൻ. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർ കുറച്ചുകൂടെ നല്ല, നമ്മൾ പിന്നെ കള്ളന്മാരും കൊള്ളക്കാരും ക്രിമിനലുകളും കപട സദാചാരവാദികളും ഒക്കെ ആയതുകൊണ്ട് ഇത് നമ്മൾ പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അവർ പാവങ്ങളായിരുന്നതുകൊണ്ട്, നല്ലവരായിരുന്നതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ പറഞ്ഞു, പത്രോസ് പറഞ്ഞു, നിങ്ങൾ ഇത് എല്ലാവരും എൻ്റെ പുറകെ നടക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അതെങ്ങനെ? പത്രോസ് പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ, ഞാനാണ് ലീഡർ. അപ്പോൾ അന്ത്രയോസ് പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? അതങ്ങനെയല്ല, മറ്റേ ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ക്രിയാത്മകമായ ഇടപെടൽ കൊണ്ടാണ് കാര്യങ്ങൾ നടന്നത്. പിള്ളേരുടെ അടുത്തു നിന്ന് അപ്പം, നീയൊക്കെ അവിടെ വായി നോക്കി നിന്നേ ഉള്ളൂ, ഞാനാണ് ആ പയ്യൻ്റെ അടുത്തു നിന്ന് അപ്പം കൊണ്ടുവന്ന് ഇത്രയും വലിയൊരു മിറക്കിൾ നടന്നത് എൻ്റെ ഒരു ഇൻ്റർവെൻഷൻ മൂലമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട്, ഓരോ ആളുകളും. യോഹന്നാൻ പറഞ്ഞു, നിങ്ങൾക്കത് അറിയാഞ്ഞിട്ടാണ്, കർത്താവിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈശോയുടെ നോട്ടം കണ്ടിട്ടില്ലേ, ഏറ്റവും സ്നേഹം എൻ്റെ അടുത്താണ്. അപ്പോൾ ഞാനാണ്, എന്നെ ലീഡറാക്കാൻ വേണ്ടി ആയിരിക്കും. അവർ സത്യസന്ധരായിരുന്നുകൊണ്ട് അവരിത് തുറന്നു പറഞ്ഞു. അപ്പോൾ സമ്മതിക്കുമോ? വേറൊരാൾ സമ്മതിക്കില്ല, വഴക്കായി. അപ്പം നല്ല വഴക്ക് മൂത്ത് വഴിയെ വരുന്ന സമയത്ത് വഴക്കിട്ട് വരികയാണ്. മനസ്സിലായില്ലേ? ധ്യാനത്തിനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വഴക്കിട്ട് വരുന്ന എപ്പിസോഡുകൾ ഓർത്താൽ മതി. അപ്പോൾ ഭയങ്കര വഴക്കിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇത് മനുഷ്യരുടെ ജീവിതത്തിൽ സാധാരണമാണ്. അപ്പോൾ ഈശോയ്ക്ക് ഇത് മനസ്സിലാവും. അവർ നിശബ്ദനായിരുന്നതേ ഉള്ളൂ. കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത്. അപ്പോൾ ഈശോ എന്ത് ചെയ്തു? 35-ാമത്തെ വാക്യം, അവൻ ഇരുന്നിട്ട് അവൻ അവിടെ ഇരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ശിഷ്യന്മാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മ അവരിൽ കണ്ടാൽ ഈശോ എന്ത് ചെയ്യും? അതൊരു പ്രബോധനത്തിനുള്ള അവസരമാക്കി എടുക്കും. അപ്പോൾ ഈശോ ഇരുന്നിട്ട് 12 പേരെ അടുത്ത് വിളിച്ചു. കാരണം ഇത് ആർക്കും മിസ്സാവരുത്. എല്ലാവരെയും അടുത്ത് വിളിച്ച് അവരെ ഇരുത്തിയിട്ട് കർത്താവ് അവരോട് പറയുകയാണ്, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ. അപ്പോൾ ഈ ആഗ്രഹത്തെ തള്ളി പറഞ്ഞോ? ഇല്ല. കർത്താവ് പറഞ്ഞു, ഇത് മനുഷ്യ സഹജമാണ്. ദിസ് ഈസ് സംതിങ് ഹ്യൂമൻ, ടു ദ വെരി നേച്ചർ ഓഫ് ബീങ് ഹ്യൂമൻ ആണ്. എന്ത്? നമുക്ക് ഇത്തിരി വലുതാവണം എന്നുള്ള ആഗ്രഹം. കർത്താവ് പറഞ്ഞു, ആ ആഗ്രഹം നല്ലതാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവൻ, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവനെ ഞാൻ നരകത്തിയിടും എന്നല്ല പറഞ്ഞേ. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ, കർത്താവ് പറയുകയാണ്, ഞാനൊരു വഴി പറഞ്ഞു തരാം. എന്ത് ചെയ്യണം? അവസാനത്തവൻ ആവണം. അവസാനത്തവനാവണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? വൺ ഷുഡ് പുട്ട് വൺ സെൽഫ് ഇൻ ദ ലാസ്റ്റ് പൊസിഷൻ ഇൻ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10 പേര് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരാൾ എന്ത് ചിന്തിക്കണം? ഈ കൂട്ടത്തിൽ ഞാനാണ് ലാസ്റ്റ് ആവേണ്ടത്, ഞാനാണ് അവസാനം റെക്കഗ്നൈസ് ചെയ്യപ്പെടേണ്ടത്. കർത്താവ് പറയാണ്, അങ്ങനെ ചെയ്താൽ നീ എന്ത് ചെയ്യും? വലിയവനാക്കും. ആര്? ദൈവം വലിയവനാക്കും. അപ്പം നമുക്ക് പ്രാധാന്യം ഉണ്ട് എന്ന് നമ്മൾ ഭാവിക്കരുത്. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ സദ്യക്ക് ചെല്ലുന്ന സമയത്ത് ഒന്നാമത്തെ സീറ്റിൽ പോയി ഇരിക്കരുത്. കാരണം നിങ്ങളെക്കാൾ ബഹുമാനമുള്ള ഒരാളെ വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവൻ എന്ത് ചെയ്യും? അവിടെ വരുമ്പോൾ നിങ്ങളോട് പറയും, സഹോദര ഒന്ന് എഴുന്നേറ്റ് അപ്പുറത്തോട്ടിരിക്കണം എന്ന് പറയുമ്പോൾ നീ അപമാനിക്കപ്പെടും. എന്നാൽ നീ ലാസ്റ്റിൽ പോയിരുന്നാലോ? ഇപ്പം നമ്മൾ സിനിമാ തിയേറ്ററിൽ പോയിട്ട് പണ്ടത്തെ കാര്യങ്ങൾ ഓർത്താൽ മതി. ഈ തറ ടിക്കറ്റ് ഉണ്ടല്ലോ, ഉണ്ടോ? തറ ടിക്കറ്റില്ലേ? അന്നുണ്ട്, ഇപ്പം ഇല്ല. തറ ടിക്കറ്റ് ഉണ്ട്. ഈ തറ ടിക്കറ്റ് എടുത്താൽ ഇനി അതിനൊക്കെ താഴാൻ പറ്റുമോ?
പറ്റത്തില്ല. ഈ തറയെ തന്നെ കുഴി കുഴിച്ചിരിക്കുന്നവന്മാരുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇത് തറ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ തീർന്നു. ഈ നിലത്ത് വീണ് കിടക്കുന്നവനെ തള്ളിയിടാവോ? വീണ് കിടക്കുന്നവൻ ആർക്കെങ്കിലും തള്ളിയിടാൻ പറ്റുമോ? ഇല്ല. പൊക്കത്തിരിക്കുന്നവനെ തള്ളിയിടാൻ പറ്റുമോ? ഇതാണ് കർത്താവിൻ്റെ ലോജിക്ക്. നമ്മളങ്ങ് വീണ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. തള്ളിയിടേണ്ട കാര്യമില്ല. തള്ളിയിടുമോ എന്നുള്ള ഭയവും ഇല്ലല്ലോ. നമ്മൾ വീണ് കിടക്കുകയല്ലേ. ഞാൻ ലാസ്റ്റാണെന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഉയർത്തിയില്ലല്ലോ, പരിഗണിച്ചില്ലല്ലോ, പേര് വിളിച്ചില്ലല്ലോ, പേര് പറഞ്ഞില്ലല്ലോ, പേര് എഴുതി വെച്ചില്ലല്ലോ, അനൗൺസ് ചെയ്തില്ലല്ലോ, ഈ വിഷമങ്ങളൊന്നും ഇല്ലല്ലോ. കാരണം എന്താ? നമ്മൾ ലാസ്റ്റാണ്, നമ്മൾ ലാസ്റ്റ് നിൽക്കുകയല്ലേ. കർത്താവ് പറയാണ്, ഒരു മെൻ്റൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയെടുക്കണം. എന്താണ്? 5 പേര് കൂടുമ്പോൾ ഓരോരുത്തരും ചിന്തിക്കണം, ഞാനാണ് ലാസ്റ്റ്, ഞാനാണ് ലാസ്റ്റ്. നമ്മൾ ഈ പഠിക്കുന്ന കാലത്ത് ഈ 8 പേര് 10 പേരൊക്കെ ചേർന്ന് ടേബിളിലിരിക്കുന്ന ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 10 കഷണം മീനെ ഉണ്ടാവും. ഈ അവസാനത്തവൻ എന്താ കിട്ടുന്നത്? മുള്ളും പിന്നെ 2 തലയും ഒക്കെയാണ് ഈ അവസാനത്തവന് കിട്ടുന്നത്. അപ്പോൾ ദ ലാസ്റ്റ് മാൻ ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഇന്ന് എനിക്ക് മീനിൻ്റെ തലയുള്ളെന്ന് ആദ്യം തന്നെ അങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ദ ലാസ്റ്റ് മാൻ ഷുഡ് ഗെറ്റ് ദ ബെസ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മളിരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന സമയത്ത് ദ ലാസ്റ്റ് മാൻ ഷുഡ് ഗെറ്റ് ദ ബെസ്റ്റ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ദ ലാസ്റ്റ് മാൻ ഗെറ്റ്സ് ഓൾവേസ് ദ വേസ്റ്റ്, ഏറ്റവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ശരിക്കും പറഞ്ഞാൽ അവസാനത്തവൻ, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനാവണം. പിന്നെന്താണ്? എല്ലാവരുടെയും ശുശ്രൂഷകനാകണം. ശുശ്രൂഷകനാണെന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ സെർവ് ചെയ്യാൻ റെഡി ആയിരിക്കണം, ശുശ്രൂഷ ചെയ്യാൻ റെഡി ആയിരിക്കണം, കഷ്ടപ്പെടാൻ റെഡി ആയിരിക്കണം. അതാണ് ഒന്നാമനാവാൻ ആഗ്രഹിക്കുന്നവൻ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? തെറ്റില്ല. എന്താ അതിനുള്ള വഴി? ശുശ്രൂഷിക്കണം. ഞാൻ അവസാനത്തെ ആളാണെന്ന് ചിന്തിച്ചോണം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ സഹജമായ വാസനയാണ് ഒന്നാമനാവുക എന്നുള്ളത്. ആ വാസനയെ പരിഹസിക്കുന്നതിന് പകരം കർത്താവ് പറയുകയാണ്, അങ്ങനെയുള്ള ആൾ അവസാനത്തവനാവാൻ തയ്യാറായിരിക്കണം. അതുപോലെ തന്നെ മുൻഗണനാക്രമത്തിൽ തന്നെ അവസാനത്തവനായിട്ട് കാണണം, ശുശ്രൂഷകനാവണം. എന്നിട്ട് ഇത് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി 36-ാമത്തെ വാക്യം വായിച്ചേ. അവൻ ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യേ നിർത്തി. ഈ ശിശുവിനെ ഇപ്പോൾ എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടി ശിശു? ഇത് ഒന്നുകിൽ പത്രോസിൻ്റെ കുഞ്ഞാവാൻ നിവർത്തിയില്ല, പത്രോസിൻ്റെ കൊച്ചുമകനായിരിക്കും. പത്രോസിൻ്റെ മകൻ്റെ മകനോ അന്ത്രയോസിൻ്റെ മകൻ്റെ മകനോ ആയിരിക്കും, മകൻ്റെയോ മകളുടെയോ മകനായിരിക്കും. ഞാൻ വിചാരിക്കുകയാണ്, അവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ വിചാരിക്കുകയാണ് ഈ പറയുന്ന കൊച്ച് പത്രോസിൻ്റെയോ അന്ത്രയോസിൻ്റെയോ കൊച്ചുമകനോ കൊച്ചുമകൻ, മകളല്ല, കൊച്ചുമകനായിരിക്കും. അപ്പോൾ ഈ കൊച്ചിനെ പെട്ടെന്ന് എടുക്കണമെങ്കിൽ തൊട്ടിലെ പോയി എടുക്കാൻ പറ്റുമോ? അങ്ങനെ എടുക്കുകയല്ല ഇത്. ഈ കൊച്ചെവിടെ ആയിരിക്കും? ഇവിടെ തന്നെ ഉണ്ട്. ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഈശോ മിശിഹാ കൊച്ചുങ്ങളെല്ലാം ഇവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? വീട്ടിലുള്ളവരെല്ലാം, അല്ലാതെ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കി ഞങ്ങളിപ്പോൾ ചെറിയൊരു ക്ലാസ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയല്ല, എല്ലാവരും വിളിച്ചിരുത്തി ഇത് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ കുഞ്ഞിനെ എടുത്ത് എന്ത് ചെയ്തു? കർത്താവ് ഈശോ മിശിഹാ ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യേ നിർത്തി. അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ കയ്യിൽ, ചെറിയ കുട്ടിയായിരിക്കണം, അത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പറയുകയാണ്. എന്താ പറഞ്ഞേ? ഇതുപോലുള്ളൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. എന്താ ഈ പറയുന്നത് അറിയാം? ആ കാലത്ത് ഇവിടെ ഈ ശിശു എന്ന് പറയുന്ന വാക്കും സെർവൻ്റ്, ദാസൻ എന്ന് പറയുന്ന വാക്ക് ഒരു വാക്കാണ്. അതായത് ഗ്രീക്കിലും ഹീബ്രുവിലും ഇവിടെ ശിശു എന്ന് പറഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് വേലക്കാരൻ എന്നൊരർത്ഥം കൂടെ ഉണ്ട്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഈ ശിശുവിനെ എന്ന് പറയുമ്പോൾ നമുക്കത് ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ? അന്നത്തെ കാലത്ത് ശിശുവിന് ഒരു റൈറ്റും ഇല്ല, ലീഗലി ഒരു റൈറ്റും ഇല്ലാത്ത, നോ ലീഗൽ റൈറ്റാണ് ശിശുവിന്. ചിൽഡ്രൻ ഹാഡ് നോ ലീഗൽ റൈറ്റ്. അപ്പോൾ ഇതൊരു വസ്തുവിന് തുല്യമാണ് കുട്ടികൾ വിലയുള്ളവരല്ല. ഇന്നത്തെ പോലല്ല.
കുട്ടികൾക്ക് ഒരു വിലയില്ല, ആ കാലമാണ്. അപ്പോൾ ആ കാലത്ത് കർത്താവ് പറയാണ്, ഏറ്റവും വിലയില്ലാത്ത ആളെ നിങ്ങൾ സ്വീകരിക്കണമെന്നാണ് ഈ കുട്ടി. അല്ലാതെ നമുക്ക് കുഞ്ഞിനെ സ്വീകരിക്കാൻ ഇത് പറയുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ കുഞ്ഞുങ്ങളെ നമുക്ക് സ്നേഹമുള്ളവരായത്, കുഞ്ഞുങ്ങളോട് ഇഷ്ടമുള്ളവരായതുകൊണ്ട് ഒരു കുട്ടിയെ സ്വീകരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിലയില്ലാത്തൊരാളെ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ തൊട്ട് പാൻറ്റും കോട്ടും സൂട്ടും ഇട്ട ആളൊന്നുമല്ല. സാധാരണ മുഷിഞ്ഞ കയ്യിലേക്ക് കൊടുത്ത് കൂലിപ്പണിക്ക് വരുന്നൊരു ചേട്ടൻ. വീടുകളിലൊക്കെയാണ് പെട്ടെന്ന് ഇത് ശരിക്കും കയറേണ്ടത്. വേലക്കാർ, പാവപ്പെട്ടവർ, മനസ്സിലായില്ലേ? മുറ്റത്തിരുത്തി ഭക്ഷണം കൊടുക്കാനൊക്കെ പറയും. ആ അടുക്കള ഭാഗത്ത് പാത്രം എടുത്ത് കൊടുക്കാനൊക്കെ പറയും. കർത്താവ് പറയാണ്, വിലയില്ലാത്തൊരുത്തനെ സ്വീകരിക്കാൻ മാത്രം താഴ്ന്നവനായിരിക്കണം നീ. ഈ കോണ്ടക്സ്റ്റ് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന്? വലിയ ആളാണെന്ന് ചിന്തിക്കുമ്പോഴല്ലേ പാവപ്പെട്ടൊരുത്തനെ റിസീവ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അവനേക്കാളും താഴെയാണ് ഞാൻ ചിന്തിച്ചാലോ, അവൻ വലിയവനല്ലേ, അപ്പോൾ അവനെ ഈ ഡൈനിങ് ടേബിളിൽ ഇരുത്തി ഭക്ഷണം കൊടുത്തൂടെ? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നോ? ഇത് ഹൃദയത്തിൽ വരേണ്ട ഒരു ആറ്റിറ്റ്യൂഡാണ്, പ്രത്യേകിച്ച് ഈ പാവപ്പെട്ട മനുഷ്യരോടുള്ള. പാവപ്പെട്ടവരെന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് അല്ലാത്ത ആളുകളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ഇത് ഭയങ്കര പ്രധാനപ്പെട്ടൊരു. കർത്താവിൻ്റെ മനസ്സുള്ളവർക്ക് മനുഷ്യനെ തരംതിരിച്ച് കാണാൻ പറ്റില്ല. അത് ബെൻസ് കാറിൽ വരുന്നവനും നടന്നു വരുന്നവനും ഒരേ വിലയായിരിക്കും കർത്താവിൻ്റെ മനസ്സുള്ളവർക്ക്. അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾ അങ്ങനെ സ്വീകരിച്ചാൽ നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ഞാൻ ആദ്യ കാലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ പാടാൻ വന്നുകൊണ്ടിരുന്നൊരു സഹോദരനാണ് സത്യരാജ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥനാണ്. സത്യനാരായണത്തിലെ സത്യരാജ് ഒരു വീട് പണിതപ്പോൾ ആ വീട്ടിൽ മുറികളൊക്കെ, ഇവർക്ക് ആവശ്യത്തിനുള്ള മുറികളെല്ലാം പണിതതിന് ശേഷം സത്യരാജ് ചെയ്തത്, വഴിയിലൊക്കെ പോകുന്ന സമയത്ത് പിച്ചക്കാർ വയ്യാത്തവരൊക്കെ കണ്ടാൽ അവരെ കൊണ്ടുപോകും, കുളിപ്പിക്കും, വീട്ടിൽ കൊണ്ടുപോകും, കുളിപ്പിക്കും, നല്ല ഭക്ഷണം കൊടുക്കും. എന്നിട്ട് സത്യരാജ് സ്വന്തം ബെഡ്റൂമിൽ അവരെ കിടത്തി ഉറക്കും. എന്നിട്ട് ഇവർ വേറെ പോയി കിടക്കും. മനസ്സിലാവുന്നുണ്ടോ? അത് ഒരു തുറവിയാണ്. നമ്മൾ ക്രിസ്ത്യാനികൾ ഒത്തിരി മാനസാന്തരപ്പെടേണ്ട ഒരു മേഖലയായത്. നമുക്ക് ഭയങ്കര അയിത്തം. ഞാൻ ഈ ട്രൈബൽസിനിടയിൽ ജീവിക്കുന്ന സമയത്ത് അവരെൻ്റെ അടുത്ത് കണ്ണുനീരോടെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കല്യാണത്തിനൊക്കെ വിളിച്ചാൽ വരില്ല, ചില ആളുകൾ വരില്ല. അപ്പോൾ നമ്മൾ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ പോയി അവരുടെ വീട്ടിൽ പോയി നിലത്തിരുന്നൊക്കെ ഭക്ഷണം കഴിക്കുക, അവരുണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് അത്ഭുതമാണ്. അവർ പറയാണ്, അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള മറ്റേ ആളുകൾ പോലും ഞങ്ങളുടെ അടുത്തുനിന്ന് ഭക്ഷണം കഴിക്കില്ല. ഭയങ്കര അയിത്തമുള്ള ആളുകളാണ് നമ്മൾ. നമ്മുടെ മനസ്സിൽ നിന്ന് അയിത്തം പോയിട്ടില്ല. അപ്പോൾ മനുഷ്യരെ തരംതിരിച്ച് കാണുക, ചെറുതായിട്ട് കാണുക, എല്ലാം ചെറുതായിട്ടൊക്കെ കാണുന്ന എന്തുകൊണ്ടാണ്? പിന്നെ ചില പേരൊക്കെ വിളിച്ച് പറയത്തില്ലേ, ഇന്ന ആൾ, ഇന്ന മനസ്സിലായി, ഞാൻ ആ പേര് പറയുന്നില്ല, ജാതി പേരുകൾ വിളിച്ച് പറയുക. നമ്മുടെ അകത്ത് ഇത് കിടപ്പുണ്ട്. പഴയ മനുഷ്യരെ നമുക്ക് തിരുത്താൻ പറ്റില്ല, പുതിയൊരു ജനറേഷൻ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് കർത്താവ് പറയാണ്, നിങ്ങൾ ഈ ശിശുവിനെ എന്ന് പറഞ്ഞപ്പോൾ നല്ല രസമുണ്ട്, ഒരു കൊച്ചിനെ എടുക്കാൻ എന്നാ കുഴപ്പം? അതല്ല, എൻ്റെ വീട്ടിൽ പണിക്ക് വരുന്നവനെ പറ്റുമോ നിൻ്റെ കൂടെ കാറ ഇരുത്തി പള്ളി കൊണ്ടുപോകാൻ പറ്റുമോ? അതാ പ്രശ്നം. പള്ളി കഴിഞ്ഞിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് പറഞ്ഞു നോക്ക് വികാരിച്ചമാർ. അന്നേരം അറിയാം നമ്മുടെ കൊടിമരം സംഭാവന ചെയ്ത ചേട്ടൻ്റെ തനിക്കൊണം എന്ന് പറഞ്ഞു നോക്ക്. അതായത് ഈ പാവപ്പെട്ടവൻ, ആ കൂലിപ്പണിക്കാരനെ കൂടെ നിൻ്റെ കാറയിൽ BMW വെച്ചൊന്ന് കൊണ്ടുപോടാന്ന് പറഞ്ഞാൽ കൊണ്ടുപോവില്ല. കൊണ്ടുപോകുന്നവരുണ്ടാവും, ഒത്തിരി പേര്, കൂടുതൽ പേരും കൊണ്ടുപോവില്ല. അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട് നമ്മുടെ അകത്ത്. നമ്മൾ എന്താ ഈ പാവപ്പെട്ടവനെ മാറ്റി നിർത്താൻ, നമ്മുടെ വണ്ടിയുടെ വെളിയിലേക്ക് ഇറക്കാൻ എന്താ പ്രേരിപ്പിക്കുന്നത്? നമ്മൾ വലുതാണെന്ന ചിന്ത. കർത്താവ് പറയാണ്, യു പുട്ട് യുവർ സെൽഫ് ഇൻ ദ ലാസ്റ്റ് പൊസിഷൻ. അപ്പോൾ പിന്നെ വേറെ ആരുമില്ല. തറയിരിക്കുന്നവൻ അതിനേക്കാൾ താഴെ ആരുമില്ലല്ലോ. തറ ടിക്കറ്റ് എടുത്തവനേക്കാളും താഴെ ആരുമില്ലല്ലോ. പിന്നെ എല്ലാവരും അതിന് മേളിൽ ടിക്കറ്റ് എടുത്തവരല്ലേ. അപ്പോൾ എല്ലാവരും റെസ്പെക്ട് ചെയ്യാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് നോക്കിയിട്ട് മേളിയിരിക്കുന്നവനെ ബഹുമാനിക്കാൻ പറ്റും, തറ ടിക്കറ്റ് എടുത്തവനെ. അപ്പോൾ ഞാൻ ചില മനുഷ്യരെ കണ്ടിട്ടു, ചില വലിയ മനുഷ്യരെ കണ്ടിട്ടുണ്ട്, ഭയങ്കരമായി ഈ വിഷയത്തിൽ ഭയങ്കരമായി വളർന്ന ആളുകൾ. ഇത് ഏത് പാവപ്പെട്ടവനോടും ബഹുമാനത്തോടും സ്നേഹത്തോടും പെരുമാറാൻ അറിയാവുന്ന മനുഷ്യർ, വലിയ സമ്പത്തുള്ള മനുഷ്യർ.
അപ്പോൾ എൻ്റെ നാമത്തിൽ ഇതുപോലൊരു ശിശുവിനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ തങ്കരാജ് ചേട്ടനെ ഈശോയുടെ നാമത്തിൽ സ്നേഹത്തോടെ സ്വീകരിച്ചാൽ തങ്കരാജ് വീട്ടിൽ കയറി വരുമ്പോൾ ആരാ വരുന്നേ? പിതാവായ ദൈവം. പിതാവായ ദൈവം. അപ്പോൾ അത്രയും നമ്മളിത് കാണണം. നമ്മൾ ആളുകളൊക്കെ വരുമ്പോഴും, ആളുകളോട് സംസാരിക്കുമ്പോഴും, മനുഷ്യർ വരുമ്പോഴും എല്ലാം സാധുക്കളായ മനുഷ്യരെ നമ്മൾ അങ്ങനെ കാണണം. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ മനസ്സ് രൂപപ്പെടാൻ, ദൈവമേ അങ്ങയുടെ ഹൃദയമുള്ളവരായി മാറാൻ അങ്ങ് ഞങ്ങളിൽ നിന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നു. ഞങ്ങളിൽ ഒന്നാമനാകാൻ, വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണമെന്നും, വിലയില്ലാതെ ഞങ്ങൾ കരുതുന്ന ആളുകളെ അങ്ങയുടെ നാമത്തിൽ വിലയുള്ളവരായി സ്വീകരിക്കുമ്പോൾ അങ്ങയെ അയച്ച പിതാവിനെയുമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നതെന്ന് തിരിച്ചറിയാനും ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.